ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിട്ട് സിംഗിൾ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ബ്രിട്ടീഷ് രാജകുമാരി, അതായത് ബ്രിട്ടീഷ് ക്യൂൻ റോസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ് കാണാനായിട്ട്. മണത്തിൻ്റെ കാര്യത്തിൽ മറ്റ് റോസിനെയൊക്കെ മാറ്റി നിർത്തുന്ന അത്രയും സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസിന്. നല്ല സുഗന്ധമുള്ളൊരു റോസാണ് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനും വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡൂടാണ് കേട്ടോ. രണ്ടാമതായിട്ട് വന്നേക്കുന്നത് ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കി എന്ന് പറയുമ്പോൾ പടർന്നു വരുന്ന ടൈപ്പാണ്. ഒരു വൈറ്റും യെല്ലോ ഷെയ്ഡ് വിരിയുന്ന സമയത്ത് ഒരു ചന്ദന കളറാണ്. അത് കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. മിനിയേച്ചർ ലീഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ക്രീപ്പർ ജാക്കി എന്നാണ് ഐഡിയുടെ പേര്. നാടൻ ചന്ദന റോസ്. ഇതിൻ്റെ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് തൈകൾ. വളരെ ഫാസ്റ്റ് ഗ്രോത്താണ്. ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് തന്നെ വളരുന്ന ടൈപ്പാണ് കേട്ടോ. കിട്ടില്ലനായിട്ട് പൂക്കുകയും ചെയ്യും. അതുപോലെ മൂന്നാമതായിട്ട് പിങ്ക് ഫെയറിയാണ്. പിങ്ക് ഫെയറിയുടെ നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതുപോലെ പൂത്ത് നിൽക്കും. കുഞ്ഞു കുഞ്ഞു പിങ്ക് കളർ ഫ്ലവറാണ്. ഒരു ബ്രാഞ്ചിൽ തന്നെ എന്തോരം മൊട്ടുകളാണെന്ന് നിങ്ങൾക്ക് കാണും മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ ഭംഗിയും നിറയെ ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് തന്നെ നിന്ന് നിറച്ച് പന്തലിച്ച് പൂക്കുക എന്നൊക്കെ പറയില്ലേ, അത്രയും അടിപൊളിയായിട്ട് ആ ഒരു പ്ലാന്റ് കണ്ടില്ല. ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ ഇത്രമാത്രം ഫ്ലവർ ആണെന്നറിയില്ല. നിങ്ങൾക്കും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാ. അടുത്തതായിട്ട് റെയറായിട്ട് മാത്രം കണ്ടുവരുന്നൊരു വെറൈറ്റിയാണ് ബ്ലൂ ഫോർ യു റോസാണ്. ബ്ലൂ ഫോർ യുവിൻ്റെ നമുക്ക് വെറും ഇനി 4 തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ 10 തൈകൾ ഉണ്ടായിരുന്നു, സോൾഡ് ഔട്ട് ആയപ്പോൾ നമ്മളൊരു 4 തൈ കൂടെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 4 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 4 പ്ലാന്റ് മാത്രം ഉള്ളതുകൊണ്ടാണ് സെപ്പറേറ്റ് സെയിൽ വീഡിയോ ഇടാത്തത്. ഇതിൻ്റെ കൂടെ ഇട്ടത് കേട്ടോ. ബ്ലൂ ഫോർ യുവിൻ്റെ റേറ്റ് 400 രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ തവണ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് റെയറായിട്ട് മാത്രം കണ്ടുവരുന്നൊരു വെറൈറ്റിയാണ് ഈ ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കളറൂടെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂപ്പർ ഡൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിറയെ പൂക്കുന്ന ടൈപ്പാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. നിങ്ങളുടെ ഗാർഡനിൽ നിൽക്കുന്ന മറ്റ് പ്ലാന്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു നിറമുള്ളൊരു പൂവാണ് കേട്ടോ ഇത് വരുന്നത്. അടുത്തതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സും വരുന്നുണ്ട്, ബഡ് ചെയ്ത പ്ലാന്റ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റൂട്ടഡ് ആണ് മിഡ് നൈറ്റ് ബ്ലൂ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു കോംബോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് സ്വന്തമാക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അങ്ങനെയും സ്വന്തമാക്കാം കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. റെയർ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മജന്ത, വാടാമുല്ല മജന്ത അങ്ങനെയൊക്കെ പറയാം, വയലറ്റ് കളറ്. മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് നെയിം വരുന്നത്. അടിപൊളി റോസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് കുറേ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ റോസ് എന്ന് പറയുമ്പോൾ മഞ്ഞ, വെള്ള, ചുവപ്പ്, പച്ച അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീൻ റോസ് നമ്മളങ്ങനെ അധികം കാണാറില്ല. പക്ഷേ ഗ്രീൻ റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ റോസിൻ്റെ നാടൻ തൈകൾ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. കോമൺ ആയിട്ട് പറയുന്ന കളറുകളല്ലാതെ വ്യത്യസ്തമായ നിറങ്ങളാണ് ഈ ഒരു കോമ്പോയിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് 2 റോസ്, മിഡ് നൈറ്റ് ബ്ലൂ ആയാലും ബ്ലൂ ഫോർ യു ആയാലും രണ്ടും നമ്മുടെ റെയറായിട്ട് വരുന്ന കളറുകളാണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ആയിരിക്കും. കാരണം നമ്മുടെ റെയർ കളറല്ലേ. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കളേഴ്സ് അല്ലല്ലോ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ എണ്ണം. നമ്മുടെ മെഴുകുതിരി, നമ്മുടെ ക്രയോൺസിലും സ്കെച്ചിലും ഒക്കെ കാണുന്ന കളർ ഡയറക്റ്റായിട്ടൊരു ഫ്ലവറിൽ വന്നാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഡച്ച് റോസ്, കപ്പ് കേക്ക് റോസ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ നഴ്സറിയിലൊക്കെ കിട്ടുമ്പോൾ ബഡ് ചെയ്ത പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടാറ്. പക്ഷേ ഇത് നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുക്കുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ കോംബോയിലല്ല, നമ്മൾ ഈ ഒരു പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു കോംബോ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന ഒരു 5 പ്ലാന്റ്സ് നമ്മൾ ആ കോംബോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ. വർഷത്തിൽ 365 ദിവസവും പൂ തരുന്ന ഒരേ ഒരു ചെടിയാണിതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരും. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. നാടൻ റോസാണ്, നാടൻ സുന്ദരി, തനി നാടനാണ്. നല്ലപോലെ ഫ്ലവറിങ് ആവുന്ന പ്ലാന്റാണ്. നല്ലൊരു മജന്ത ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ്. നിറച്ച് പൂക്കും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ബുഷിയായിട്ട് നിന്ന് പൂക്കുന്നൊരു ടൈപ്പാണ്. അതായത് ഇല നമ്മുടെ
മുഴുവനായിട്ട് ഇങ്ങനെ മൂടി നിന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നിറയെ പൂക്കുന്ന ടൈപ്പാണ്, നാടൻ റോസാണ്. പിന്നെ ദേ ഇത് ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഡബിൾ പെറ്റൽ, സിംഗിൾ പെറ്റലിലൊക്കെ വരും. വൈറ്റും പിങ്കും കൂടെ കലർന്നിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ നമ്മുടെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് കാണിച്ചതിൽ കൂടുതലും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ് നമുക്കുള്ളത്. ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും ഒക്കെ നമുക്ക് സെയിലിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന സിംഗിൾ പെറ്റലെന്നും ഡബിൾ പെറ്റലെന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മുക്കുത്തി റോസാണ് കേട്ടോ. ഇതാണ് നിറച്ച് കൊലകുത്തി പൂക്കുന്നത്. നേരത്തെ ഞാനൊരു നാടൻ റോസിന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സെയിമാണ്. ഫ്ലവറിങ് ആവുന്ന കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല. അത്രമാത്രം ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. എത്രമാത്രം അതിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞു ലീഫും അതുപോലെ കുഞ്ഞു മൊട്ടുകളും കുഞ്ഞു പൂക്കളുമാണ് ഇതിന് വരുന്നത്. മുക്കുത്തി റോസ് എന്നാണ് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയാണ്. ഒരു മജന്ത ഷെയ്ഡിലാണ് വരുന്നത്. കുഞ്ഞു പൂക്കളൊക്കെ മിനിയേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് കേട്ടോ. അടുത്തതായിട്ട് ഇച്ചിരി വലിയ പൂവാണ് കേട്ടോ. ഇത് ഓൺ റൂട്ടഡ് ആണ്. കമ്പ് വെച്ച് എടുക്കുന്ന തൈകളാണ് കേട്ടോ. വൈറ്റും, അതായത് ഏറ്റവും അറ്റം, അതായത് സൈഡിൽ മാത്രം മജന്ത ഷെയ്ഡും അകത്തോട് ഫുള്ള് വൈറ്റും. ഒരു പെറ്റലെടുത്ത് കഴിഞ്ഞാൽ അകത്ത് വൈറ്റും ചുറ്റിന് മാത്രം സൈഡിൽ മാത്രമായിട്ടൊരു മജന്ത ഷെയ്ഡ് വരുന്ന ഈ ഒരു റോസാണ്. മിനിയേച്ചർ ലീഫും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ പൂക്കൾ അത്ര മിനിയേച്ചർ അല്ല. പൂക്കൾക്ക് വലിപ്പമുണ്ട്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിഡ് നൈറ്റ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസിൻ്റെ കാര്യവും പറയാതിരിക്കാൻ പറ്റില്ല. പൂക്കൾ തരുന്ന പൂക്കൾ ചെടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് സ്ഥാനം വരുന്നത് കാശ്മീരി റോസിനായിരിക്കും. അത്രമാത്രം പൂക്കളാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമ്മുടെ നനയും വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡ് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാശ്മീരി റോസ്. അപ്പോൾ കാശ്മീരി റോസൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല. എല്ലാവരുടെയും ഗാർഡനിൽ മിക്കവാറും കാശ്മീരി റോസ് ഉണ്ടാവും. അപ്പോൾ മേടിക്കാത്തവർ മേടിച്ച് വെക്കുക കേട്ടോ. ഇത് വന്നിട്ട് അഹല്യ റോസാണ്. അഹല്യനെയും കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സമ്മർ റോസ് കാറ്റഗറി പെടുന്ന റോസാണ്. അതിൻ്റെ പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഫ്ലവറിങ് വരുന്നത്. നല്ലപോലെ പൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ വൈറ്റും പിങ്കും ഷെയ്ഡിൽ നിൽക്കുന്നൊരു റോസാണ്. കാണാനായിട്ട് തന്നെ ഭംഗിയാണ്. നമ്മുടെ പിങ്ക് സമ്മർ സ്നോ എന്നറിയപ്പെടുന്ന റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളിയായിട്ട് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. എന്നും ഗാർഡനിൽ പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ. പിന്നെ ഓറഞ്ച് നാടൻ റോസാണ്. കൂടുതലായിട്ടും ബഡ് ചെയ്ത തൈകളാണ് ഇതിൻ്റെ കാണപ്പെടുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഈ കാണുന്നത് എന്നാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പീച്ച് ഓറഞ്ച് മിക്സ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നമ്മളിതിൻ്റെയും ഒരു കോംബോ ആണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെയും നമ്മളൊരു കോംബോ ഇട്ടിട്ടുണ്ട്. കരിഷ്മ റോസ്, നാടൻ ഓറഞ്ച് റോസ് വരുന്നൊരു മിക്സഡ് ആയിട്ടുള്ളൊരു കോംബോ. അപ്പോൾ സിംഗിളായിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മേടിക്കാം. കോംബോ ആയിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കോംബോ ആയിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നാടൻ മഞ്ഞയാണ്. നാടൻ മഞ്ഞിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. പല തരത്തിൽ പൂക്കുന്നൊരു വെറൈറ്റിയാണ്. വൈറ്റായിട്ട് ചിലപ്പോൾ ഫ്ലവർ ആവും, ഒരു ഓഫ് വൈറ്റ് ആയിട്ട് ഫ്ലവർ ആവും, യെല്ലോയും വൈറ്റും കൂടെ മിക്സായിട്ട് ഫ്ലവർ ആവും, ചിലപ്പോൾ യെല്ലോ മാത്രമായിട്ട് ഫ്ലവറിങ് ആവും. അങ്ങനെ പല തരത്തിൽ വിരിയുന്നൊരു ടൈപ്പാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഫ്ലവറിങ് ഒന്നും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നാടൻ മഞ്ഞയാണ്. കുഞ്ഞു മിനിയേച്ചറിൽ മഞ്ഞ നാടനാണ്. നമുക്ക് നാടൻ മഞ്ഞയുടെ വലിയ പൂക്കളും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയുള്ളത് കമ്മൽ റോസാണ്. നേരത്തെ നമ്മൾ മുക്കുത്തി റോസിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കമ്മൽ റോസാണ്. പേർഷ്യൻ വൈറ്റ്. കമ്മൽ റോസ് എന്ന് പറഞ്ഞാൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. പേർഷ്യൻ വൈറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. പേർഷ്യൻ വൈറ്റാണ്. കുഞ്ഞു മിനിയേച്ചർ ലീഫും അതുപോലെ മിനിയേച്ചറായിട്ടുള്ള പൂക്കളുമാണ് ഇതിന് വരുന്നത്. വൈറ്റ് കളറാണ്. കുഞ്ഞു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന, പച്ചപ്പിനിടയിൽ കുഞ്ഞു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത. ഇതും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പടർന്ന് നിന്ന് പന്തലിച്ച് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടിപൊളിയാണ്. എന്നും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസും ബെസ്റ്റ് ചോയ്സാണ്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഓൺ റൂട്ടഡ് ആണ്, ബഡ്ഡിങ് അല്ല. ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് കരിഷ്മ റോസ്. നമ്മളിതിൽ കാണിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് റോസും ബ്ലൂ ഫോർ യു മാത്രമാണെന്ന് തോന്നുന്നു.
ബഡ് ചെയ്ത തൈ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് പ്ലാന്റ്സും ഓൺ റൂട്ടഡ്, നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് കാർട്ടിൽ പോയിക്കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് പ്ലാന്റ്സ് നമ്മൾ കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കോംബോ ആയാലും നിങ്ങൾക്ക് വന്നിട്ട് മിഡ് നൈറ്റ് കോംബോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. നമ്മൾ ഓരോ കോംബോയ്ക്കും ഓരോ പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോംബോ അയച്ചു തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി, DTDC വഴി ആയിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോ കേട്ടോ. താങ്ക്